കൊച്ചൂസ് ഫിഷിംഗ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഗൈസ്. പക്ഷേ അമ്മ ഇന്നത്തെ വീഡിയോ നമ്മൾ കിടിലൊരു ഒരു സ്പോട്ടിൽ പോവാണ്. അത് എവിടെയെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ പ്രമാണത്താണ് ഗൈസ്. നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കിട്ടുമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എൻ്റെ ഈ ഒരു സ്ഥലം നോക്കി ഗൈസ് നല്ല രീതിക്ക് തെളിഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നല്ലൊരു ആറുമുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും നോക്കുക ഗൈസ് ഇവിടെ എല്ലാം പന്നി ശല്യം കൂടുതലുള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെ പന്നിയൊക്കെ കിടന്ന് മറിഞ്ഞ് ചാടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഫുള്ള് കമ്പും കോലൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ആഴമൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും ഈ അപ്പുറത്തോട്ട് ഭാഗത്തോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടെല്ലാം ഫുള്ള് കാടാണ് ഗൈസ്. അപ്പോൾ എന്തോ ചെയ്യണം വിചാരിച്ചാൽ എനിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ മച്ചന്മാരെ ഫൈനലി ഞാൻ ഇതുവഴി നേരെ മേപ്പോട്ട് കയറാൻ വേണ്ടി പോകണം. എൻ്റെ പൊന്നി ഇത് എന്തൊക്കെയാണ് കാണിച്ച് വെച്ചേക്കുന്നത്. ഇതിലേക്ക് എങ്ങനെ പോകുന്നു ഒരു പിടുത്തമില്ല. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് ഗീസ്. അപ്പം ഞാനെന്തായാലും ഇതുവഴിയൊക്കെ പന്നി കയറി പോകുന്ന വഴി കേട്ടോ. ഇതുവഴി ഞാൻ നേരെ മേപ്പോട്ട് കയറുവാണേ. ഇവിടെ കയറിയിട്ട് നമുക്ക് അപ്പുറത്തുകൂടെ പോയി അപ്പുറത്തെ സൈഡിൽ വല്ല കാസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇതുവഴി നേരെ അങ്ങോട്ട് പോവാണേ. എന്തായാലും ഗൈസ് നമുക്ക് മീനെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഇതുപോലത്തെ ഒരവസ്ഥ ആർക്കും വരില്ല ഗൈസ്. ഓക്കെ, ഫുള്ള് മുളയുടെ കാടാണ്. ഇതിനകത്തൊക്കെ എങ്ങനെ പോയി ഇടുന്നത് ഒരു പിടുത്തവും ഇല്ല. ഓക്കെ, ഫുള്ള് മുളക്കാടാട്ടോ. ഇതിനകത്താണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വല്ല പന്നിയല്ല ഇരുന്നെങ്കിൽ തീർന്നു. ഹലോ ഗൈസ്, അങ്ങനെ ചൂണ്ട ഇടാൻ വേണ്ടി വന്ന് ഞാൻ ഏതോ കാട്ടിലോട്ടൊക്കെയാണ് കേസ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു സ്പോട്ടൊന്നും ഇടാൻ പറ്റിയ സ്പോട്ടൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോയി നോക്കാം കേസ് കിട്ടുമല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ മുറ്റത്തോട് അപ്പുറത്തേലും ഇറങ്ങാനുള്ള വഴി വല്ലതും ഉണ്ടോ നോക്കണം. അപ്പോൾ വണ്ടിയൊക്കെ അങ്ങ് അപ്പുറത്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കണേ. അപ്പം വെച്ചാൽ നമ്മൾ അങ്ങനെ വേറൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പം വെള്ളം ഫുള്ള് കലങ്ങി പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഭയങ്കര കലക്കലാണ് വെള്ളത്തിലൊക്കെ. എന്നാലും ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. അപ്പോൾ നമ്മൾ നേരെ പരിപാടി ഇറങ്ങാൻ വേണ്ടി പോകണേ. കിട്ടുമല്ലോ ജസ്റ്റ് നോക്കാം. അപ്പം മച്ചന്മാരെ ഇവിടെ ഏറ്റവും ഒരു വാഹയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കിട്ടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ചേച്ചി എന്നാലും ആ ഒരു സ്പോട്ടിലാണ് ഒന്ന് പൊങ്ങി വന്നായിരുന്നു കേട്ടോ. അവിടെ താഴെ നല്ല രീതിക്ക് വെയിലുണ്ട്, അതുകൊണ്ട് അടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെയാണോ ഇതിനകത്ത് ഐറ്റം ഉണ്ട്. കിടിലോസ് ഐറ്റം കിടപ്പുണ്ട്, പക്ഷെ കിട്ടുന്നുണ്ട്. അപ്പം മച്ചന്മാരെ അങ്ങനെ നമ്മൾ നേരെ ഫിഷിങ്ങിന് വന്നിട്ട് ഞാൻ കുറേ നേരം കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേസ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു താണുള്ള ഭാഗത്ത് ഒരു നീലവാഹ പൊങ്ങി വന്നു കേട്ടോ. പെട്ടെന്ന് സംഭവം താഴ്ന്നും പോയി. ഞാനപ്പോൾ അവിടെ തന്നെ കുറേ വട്ടം കാസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ അവിടെ നിന്നും സാധനം വന്ന് അടിച്ചൊന്നുമില്ല. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, കാരണം നല്ല വെയിലാണ്. നിങ്ങൾക്ക് ബാക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിലാണ്.
ഉണ്ട്. ഈ ഒരു വെയിലുള്ളതുകൊണ്ട് മാത്രമാണ് ഗീസ് നമുക്ക് ചിലപ്പം അതിനെ കിട്ടാതെ പോയത്. ഓക്കെ, കാരണം വെയിൽ താന്ന സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ അടിച്ചേനെ. അപ്പോൾ എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് സംഭവം പൊങ്ങി വന്നത്. അപ്പം പൊങ്ങി വന്നിട്ട് അതുപോലെ താന്നു പോയി. നീലവാകയാണ്, കൺഫേം ആയിട്ട് നീലവാകയാണ്, ഞാൻ കണ്ടതുമാണ്. പക്ഷേ നമ്മൾ അവിടെ തന്നെ ആ ഒരു ഭാഗത്ത് കാസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഭാഗത്ത് ഒരു കമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം. പരമാവധി എറിയുമ്പോൾ ഈ കമ്പയിലൊക്കെ വന്ന് വീഴുന്നുമുണ്ട്. പക്ഷേ എറിഞ്ഞിട്ടൊന്നും സാധനം വന്ന് അടിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സാധനം ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും. എന്നാലും ഇച്ചിരി വെയിലൊന്ന് താന്നാലേ അടുത്ത ഫിഷിങ്ങിനൊക്കെ പറ്റത്തുള്ളൂ ഗീസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഒരു കാര്യം പറയാം, ഈ ഒരു ആറ്റിൽ നല്ല കിട്ടില്ല സൈസുള്ള മീനുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കൂട്ടുകാരൻ പറഞ്ഞാൽ ഗീസ് ഇവിടെ മീനുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ അത് അറിഞ്ഞാൽ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴും നോക്കിയപ്പോഴും നല്ല കിടിലൻ സ്പോട്ട്. കാരണം ഇവിടെ ഏതൊരു ഫിഷിംഗുകാരൊന്നും വന്ന് ചൂണ്ടെടുത്ത സ്ഥലമൊന്നും അല്ല. അപ്പം നമ്മൾ വന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയേക്കുന്നു കേട്ടോ. നമ്മൾ വന്നപ്പം തന്നെ ഇവിടെ മീനുണ്ട്. കൂട്ടുകാരൻ പറഞ്ഞത് ഇവിടെ ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും മീനെ കണ്ടു, പക്ഷെ നമുക്ക് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ കുറച്ചുകൂടെ ട്രൈ അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോഗിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗീസ്, എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെൻ്റെ ഈ ഒരു സ്പോട്ടിലാണേ മുമ്പ് നമ്മൾ നീലവാഹ കണ്ടോ. ഇവിടെ ഫുള്ള് കാടൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്നൊന്നും കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം നമ്മുടെ ഫ്രോഗൊക്കെ കുരുങ്ങത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പോട്ട് നോക്കി ഗീസ്, എന്ത് അടിപൊളിയാന്ന് നോക്കി, നല്ല അടിപൊളിയല്ലേ കാണാൻ. അങ്ങനെ കണ്ടെത്താൻ ദൂരം വരെ അങ്ങ് അവിടെ വരെ കിടക്കണം. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട സ്ഥലം, നല്ല അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും മീനങ്ങോട് കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ചൂണ്ടിട്ട് വന്നപ്പോൾ കേട്ടോ വേറൊരു അതിഥി തേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ അപ്പോൾ ചമ്മരെ ഇപ്പം വേറൊരു കിട്ടിലൊരു സംഭവം നടന്നു കേട്ടോ. പിന്നെ നമ്മൾ വേണ്ടി ഇവിടെ നമ്മളിപ്പോൾ പാമ്പിനെ കണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പാമ്പിനെ കണ്ടിട്ടോ. നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മളിങ്ങനെ അടുത്ത കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെ ആ പാമ്പ് ഇറങ്ങിയതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചെറുമീൻ വന്ന് പൊങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഫ്രോഗ് എടുത്ത് അങ്ങോട്ടിട്ട് അടി വീണു കേസ്. ഞാൻ വലിക്ക് സംഭവം കുക്കപ്പായില്ല കേസ്. ഓക്കെ, ആ സാധനം പോയി. ഏറ്റവും ഒരു ചെറുമീനായിരുന്നു. അപ്പോൾ എന്തായാലും കേസ് ഞാനിപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ മീനെയാണ് കേസ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ആദ്യം ഒരു നീലവാഹയും കണ്ടു, ഇപ്പോൾ ഒരു ചെറുമീനെ കണ്ടു കേസ്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, അതാണ് കാര്യം. കറക്റ്റ് കുക്കപ്പായില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സ്പോട്ടിൽ വീണ്ടും കുറേ നേരം കാസ്റ്റ് ചെയ്ത് നോക്കി കേസ്, എന്നിട്ടും അടി കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയില്ല കേസ്. ഞാൻ ഇവിടെ തന്നെ ചുമ്മാ നോക്കിയിരിക്കുകയാണ്. കാരണം അടുത്ത എപ്പോഴാണെന്ന് അറിയത്തില്ല, അടുത്ത വരുന്നത് അറിയത്തില്ല. അപ്പം ഞാൻ ഇന്ന് തന്നെ 2 മീനെയും കണ്ടു. പക്ഷേ നീലവാഹ കാസ്റ്റ് ചെയ്തിട്ട് അതും കിട്ടിയില്ല. ഇപ്പം നമുക്ക് ചെറുമീനെ കണ്ടു, അതിനെ കാസ്റ്റ് ഇട്ടു, അതും കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ ഷോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ട്രൈ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കിട്ടിയ ലക്കായിരിക്കും അത്. പക്ഷേ ഇപ്പം അടിച്ച ആ ഒരു ചെറുമീൻ നല്ല ഹെവി ചെറുമീനായിരുന്നു. പക്ഷേ സംഭവം ഹുക്കപ്പായില്ല കേസ്. ഓക്കെ, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും കാസ്റ്റിങ്ങിലായിട്ട് തുടങ്ങുവാണ് കേസ്. അപ്പോൾ എനിക്ക് കാസ്റ്റ് ചെയ്തിട്ട് പിടിച്ചു തരുന്നതോ മീൻ പിടിക്കുന്നതായിട്ടോ ഒന്നും എടുക്കാനുള്ള പറ്റത്തില്ല കേസ്. കാരണം എൻ്റെ കയ്യിൽ വേറെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അടിച്ച് കഴിഞ്ഞ് മീൻ കിട്ടുവാണെങ്കിൽ ഞാൻ മീനെ കയറ്റിക്കൊണ്ട് വരുന്ന വീഡിയോ കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പിടിച്ച് വലിച്ച് കയറ്റുന്ന വീഡിയോ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ ഇപ്പോൾ വേണ്ട സ്ട്രൈക്ക് അടിച്ചപ്പോഴും അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഞാൻ ഫോൺ എടുത്ത് പോക്കറ്റ് ഇട്ടേക്കുമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേസ്. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും കാസ്റ്റിങ്ങിലോട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ നമുക്ക് ട്രൈ നോക്കാം. ഇപ്പം നിങ്ങൾ പറയാം ഞാൻ ഒട്ടിക്കിട്ട് തള്ളാതാള് നിന്ന്, പക്ഷേ ഞാൻ അവിടെ 2 നീലവാഹയെ കണ്ടു കേസ്. ഒരു കുഞ്ഞും ഒരു വലുതും കൂടെ ഒന്നിച്ച് മുട്ട ഒരുമയാണ് കേസ് ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് താഴ്ന്നു പോയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കാസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇനി എന്തെങ്കിലും പൊങ്ങി വരുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും ഞാൻ തള്ളി മറിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഉള്ള തണലുണ്ടുകൊണ്ട് ഇവിടെയും അടുത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് പൊങ്ങി വരുന്നു, അതുപോലെ പെട്ടെന്ന് താഴ്ന്നു പോകണം. അപ്പോൾ നല്ല വെയിലുണ്ട് ഇമാര് പൊങ്ങി വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കാം. ഓക്കെ, വാഹതേണ്ടി വരുന്നേ എൻ്റെ ഇവിടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാവേ. മച്ചന്മാരെ, കാരണം എൻ്റെ ഫ്രോഗ് പോയി. ഓക്കെ, നമ്മൾ ആട്ടി യൂസ് ചെയ്യുന്ന ഫ്രോഗാണ് എൻ്റെ കഷ്ടപ്പെട്ടത്. കമ്പയൊക്കെ ഒരുങ്ങി അവസാനം ഭയങ്കര ഫൈറ്റ്. ഞാൻ വൈറ്റ് ചെയ്ത് അവസാനം നൂല് പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഫ്രോഗ് കമ്പയിലാകാൻ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളൊരു ഫ്രോഗ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതുകൊണ്ട് മാത്രം. അപ്പോൾ മച്ചന്മാരെ ഇതുവരെ നമുക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും മച്ചന്മാരെ നമ്മുടെ വീഡിയോസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം മച്ചന്മാരെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വേണ്ടി മറക്കരുത്. അടുത്തൊരു കിടിലൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.